നമസ്കാരം പ്രിയമുള്ളവരെ, നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യൂ. കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർ കഴിക്കുന്ന പ്രഭാത ഭക്ഷണം ഒരു ദിവസത്തെ മുഴുവൻ എനർജിയും നൽകുന്നതാവണം അല്ലേ? നമ്മളെല്ലാം സാധാരണ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ രാവിലെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പല കുട്ടികളും അത് കഴിക്കാറില്ല അല്ലേ? ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ, അവർ ഉറപ്പായിട്ടും ദോശയോ ഇഡ്ഡലിയോ കഴിച്ചിരിക്കും. ദോശമാവിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്താൽ അതിനെ കൂടുതൽ രുചികരവും പോഷക സമൃദ്ധവുമാക്കാം. അരയ്ക്കുന്ന മാവിലേക്ക് ഒന്ന് രണ്ട് വെണ്ടയ്ക്ക കൂടി അരച്ചു ചേർത്താൽ നല്ല മൃദുലമായ രുചികരമായ ഇഡ്ഡലിയോ ദോശയോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മാവ് അരയ്ക്കുമ്പോഴാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇനി മാവ് അടച്ചു വെച്ച് പുളിപ്പിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ നമുക്ക് ഒരു വലുതാണെങ്കിൽ പകുതി മതി, ചെറുതാണെങ്കിൽ ഒരു ചെറിയ ബീറ്റ്റൂട്ട് എടുത്ത് നന്നായി ഗ്രേറ്റ് ചെയ്ത് അരച്ച് മാവിലേക്ക് ചുടുന്നതിന് തൊട്ട് മുൻപ് ചേർത്ത് ഇളക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ആ മാവ് കൊണ്ട് നമ്മൾ ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാവുന്ന പോഷക സമൃദ്ധമായ ഇഡ്ഡലിയോ ദോശയോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പച്ചക്കറികളുടെ ഗുണം കൂടെ അതിൽ കിട്ടും.